ولي الله قدوتنا معين الدين أسوتنا وغوث الكل عمدتنا ولي الهند أجميري صلاة الله سلام الله على طه رسول الله رضاء الله على المولى معين الدين ولي الله. സുൽത്താനുൽ ആരിഫീൻ, ആത്മജ്ഞാനികളുടെ രാജാവ് എന്ന പേരുണ്ട്. ബുർഹാനുൽ ആഷിഖീൻ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രണേതാക്കളുടെ പ്രമാണം എന്നർത്ഥം എന്ന പേരുണ്ട്. അതുപോലെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യൻ ചക്രവർത്തി എന്ന പേരുണ്ട്. സയ്യിദ് ഷെയ്ഖ് മുഈനുദ്ദീൻ, ദീനിന്റെ സഹായി എന്ന പേരുണ്ട്. അൽ ഹസനുൽ ജിസ്റ്റിൽ അജ്മീരി, അജ്മീർ താമസമാക്കിയതുകൊണ്ട് അജ്മീരി എന്ന പേര് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ കുറിച്ചുള്ള ചെറിയ ഒരു അനുസ്മരണമാണ് നമ്മൾ നടത്തുന്നത്. ഹിജ്റ 522 ബഹുമാനപ്പെട്ടവർ ജനിച്ചു. വഫാത്താകുന്നത് ഹിജ്റ 633 എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ 111 കൊല്ലമാണ് ജീവിച്ചിട്ടുള്ളത്. ക്രിസ്താബ്ദം 1236 വഫാത്ത് ബഹുമാനപ്പെട്ടവർ. പിതാവ് നമ്മൾ പറഞ്ഞു ഗിയാസുദ്ദീൻ എന്ന് പറയുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉപ്പ മകനെയുമായിട്ട് ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് വന്നു. അവിടെ വെച്ച് ഉപ്പ മരണപ്പെട്ടുപോയി. ഉപ്പ ഇറാനിൽ നിന്ന് ഇറാഖിൽ വന്ന് താമസമാക്കി. അവിടെ വെച്ച് ഉപ്പ വഫാത്തായിപ്പോയി. ഇറാഖിൽ വെച്ച് ഉപ്പ വഫാത്തായി. വലിയ പണക്കാരനായിരുന്നു ഉപ്പ, വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു ഉപ്പ. അങ്ങനെ എല്ലാം ധർമ്മം ചെയ്ത് കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ ഒരു തോട്ടം മാത്രം നിർത്തി ബാക്കി മുഴുവനും സദഖ ചെയ്തു കളഞ്ഞു. മരിക്കാൻ നേരം മക്കൾക്ക് ആവശ്യമായ ഒരു തോട്ടമുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് ജീവിക്കാൻ, ധന്യമായിട്ട് ജീവിക്കാൻ മാത്രമുണ്ട്. അങ്ങനെ ഒരു തോട്ടം നിലനിർത്തി ബഹുമാനപ്പെട്ടവരെല്ലാം സദഖ ചെയ്തുകൊണ്ടാണ് സയ്യിദ് റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായി പോയി. അങ്ങനെ റിയാസുദ്ദീൻ വഫാത്താകുമ്പോൾ ബഹുമാനപ്പെട്ട ഖാജക്ക് 11 വയസ്സ് പ്രായമായി. 11 വയസ്സുകാരനായിരിക്കെ ഉപ്പ മരണപ്പെട്ടുപോയി. അപ്പോൾ ഈ തോട്ടത്തിൽ തനിക്ക് കിട്ടിയ വിഹിതം, പാർട്ടീഷൻ നടത്തി തനിക്ക് കിട്ടിയ വിഹിതം, അത് താൻ തന്നെ പോയിട്ട് പരിചരണം നടത്തും. പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കും, നോക്കും, വെള്ളം നനയ്ക്കും. ഈ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തോട്ടത്തിൽ വേണ്ട തോട്ടത്തിന്റെ ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തോട്ടത്തിലേക്ക് ഒരാൾ ആഗതനാകുന്നു. ആരാണ്? ഇബ്രാഹിമുൽ മജ്ദൂബ് എന്ന് പറയുന്ന ഒരു വലിയാണ്, നാട്ടിലെ അറിയപ്പെട്ട വലിയ. ഇബ്രാഹിമുൽ മജ്ദൂബ് തന്റെ തോട്ടത്തിലേക്ക് വന്നപ്പോൾ കൊച്ചു കുട്ടിയാണെങ്കിലും ബഹുമാനപ്പെട്ട ഖാജക്കുണ്ടായ സന്തോഷം അതിരറ്റ സന്തോഷമാണ്. പടച്ച തമ്പുരാനെ, എന്റെ തോട്ടത്തിൽ ഈ വലിയ മഹാനൊന്ന് കാൽകുത്തി കിട്ടിയല്ലോ. ഇരിക്കാൻ ഉള്ള വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഓടി നടന്ന് എവിടെയാണ് പഴുത്ത നല്ല പഴങ്ങളുള്ളത്, എല്ലാ പഴങ്ങളും പറിച്ചുകൊണ്ടുവന്ന് അതാ അങ്ങോരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മജ്ദൂബ് ശരിക്കും ഹലാലാണെന്ന് ഉറപ്പുള്ള തോട്ടത്തിലെ പഴമായതുകൊണ്ട് ആ പഴം കഴിക്കുന്നു. പഴം കഴിച്ചു കഴിഞ്ഞ് തന്റെ ആതിഥ്യം സ്വീകരിക്കുന്നു. ആതിഥ്യം സ്വീകരിച്ചതിനു ശേഷം തന്റെ ഭാണ്ഡത്തിൽ നിന്ന് അതാ ഒരു പഴം പുറത്തെടുക്കുന്നു. ആ പഴമെടുത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മജ്ദൂബ് എന്ന വലിയ തന്റെ വായിലിട്ട് ചവച്ച് കൊടുക്കുന്നു. കുട്ടിക്ക് കൊടുക്കുന്നു, ഖാജക്ക് കൊടുക്കുന്നു. ഖാജനോടത് തിന്നാൻ പറയുന്നു. അത് വായിലിട്ട് തിന്നു. സുബ്ഹാനല്ലാഹ്. ബറക്കത്ത് എന്ന് പറയുന്നത് എല്ലാ മുഅ്മിനിനും ബറക്കത്തുണ്ട്. ആലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് ബറക്കത്തുണ്ട്. അതെങ്ങാനും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണെങ്കിലോ ബറക്കത്ത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ബറക്കത്തുള്ള മഹാന്മാർ അവരുടെ കുടിച്ചതിന്റെ ബാക്കി നമ്മൾ വാങ്ങി കുടിക്കുന്നത്. ഏതൊരു മൂമിനും കുടിച്ചാൽ ശിഫ. പിന്നെ സൂറുൽ മുഅ്മിനി ശിഫ റസൂൽ അസ്മയോട് പറയുന്നു, ഒരു മൂമിൻ, ഈമാനുള്ള ഒരു മൂമിൻ, സാധാരണക്കാരൻ തന്നെ കുടിച്ചതിന്റെ ബാക്കി ശിഫ ആണെന്ന. ഒരു മൂമിൻ കുടിച്ചതിന്റെ ബാക്കി ചായ വെള്ളം എടുത്ത് നമ്മൾ നല്ല നെയ്യത്തോടുകൂടി കുടിച്ചാൽ നമ്മുടെ രോഗം അതുകൊണ്ട് മാറും. നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ മാറും. നബിതങ്ങൾ പറയുന്നു സൂറുൽ മുഅ്മിനി ശിഫാ, സൂറുൽ മുഅ്മിനി ശിഫാ. അതൊരു മൂമിനെങ്ങാനും നല്ല ആലിമാണെങ്കിലോ സാലിഹായ ആലിമാണെങ്കിൽ, അതൊരു ആരിഫാണെങ്കിൽ, ഒരു വലിയാണെങ്കിലോ. ഇത് ആരാണ്? ഇബ്രാഹിമുൽ മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ഇറാഖ് നാട്ടിലെ അംഗീകൃതനായ അള്ളാഹുവിന്റെ വലിയമാരിൽ ഒരു വലിയാണ്. അദ്ദേഹം വായിലിട്ട് ചവച്ചു കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ തുപ്പരിയിൽ ചാലിച്ച യഥാർത്ഥമായ പഴം, ആ അനുഗ്രഹീതമായ പഴം, അത് അങ്ങയുടെ വായിൽ അങ്ങോട്ട് എത്തി. അത് കുടലിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ഇതൊരു തുടക്കം, അല്ല തുടങ്ങാൻ പോവാം.
ഒരു നല്ല തുടക്കം. നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വായിൽ ആദ്യമായി നമ്മൾ മധുരം തൊട്ട് കൊടുക്കുന്നു. ആ മധുരം തൊട്ട് കൊടുക്കുന്നത് എങ്ങനെയാ? അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. ഈത്തപ്പഴമോ അതുപോലുള്ള സാധനം എടുത്ത് വായിലിട്ട് ചവച്ച് അത് ചവച്ചതിന് ശേഷം എടുത്ത് കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കാം. ചവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ സാലിഹായ ഒരു മനുഷ്യന്റെ അടുത്ത്, നമ്മുടെ ദൃഷ്ടിയിൽ സാലിഹായ ബർക്കത്തുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി അത് തൊട്ടുകൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അയാളും ഓർക്കണം, ചെയ്യുന്ന ആളും ഓർക്കണം, പറയിക്കുന്ന ആളും ഓർക്കണം. അയാൾക്ക് എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളുണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളുള്ള ആളാണെങ്കിൽ, പകരുന്ന രോഗങ്ങളുള്ള ആളാണെങ്കിൽ അയാള് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ വായിലിട്ട് ചവച്ചു കൊടുക്കാൻ പാടില്ല. അയാളെ കൊണ്ട് ചവപ്പിക്കാനും പാടില്ല. പിന്നെ അതുപോലെ തന്നെ സാംക്രമിക രോഗം എന്നുള്ള ആളല്ലെങ്കിൽ ചില സമയത്ത് ചില ആളുകൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാകും, ചിലപ്പോൾ ജലദോഷം ഉണ്ടാകും. ജലദോഷം മതി കുട്ടികൾക്ക് ചാടി പിടിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നല്ല കൈ സോപ്പൊക്കെ ഇട്ട് കഴുകി ആ കൈകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ തൊട്ട് കൊടുത്താൽ, വായിലിടാൻ പാടില്ല. ഏതെങ്കിലും ആവട്ടെ അങ്ങനെ ആരോഗ്യം ഉള്ള കാര്യമായ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ സംക്രമിക്കുന്ന രോഗങ്ങൾ, സംക്രമിക്കുന്ന പകരുന്ന രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഒരു മുത്തബറക്കായ മനുഷ്യനാണ്. അയാളെ കൊണ്ട് മധുരം തൊട്ട് കൊടുപ്പിക്കണമെന്ന് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. റസൂൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മുലപ്പാല് കൊടുക്കുന്നതിന്റെ മുമ്പ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നു. നിബിധങ്ങൾ മധുരം തൊട്ട് കൊടുക്കുന്നു, വായിലിട്ട് ചവച്ച് മധുരം തൊട്ട് കൊടുക്കുന്നു. ഈ മാതൃക സഹാബത്തും പിൽക്കാലത്ത് വന്ന ആളുകൾ മുഅ്മിനീങ്ങൾ എല്ലാവരും സ്വീകരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് അത്രമാത്രം ബർക്കത്തുണ്ടോ? അത്രമാത്രം ബർക്കത്തും സ്വാധീനം അതിലുണ്ട്. ആ മധുരം കുട്ടിയുടെ വയറ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു സ്വാധീനം ആ കുട്ടിയിൽ ആ മധുരം ചെലുത്തുമെന്നാണ് നമ്മൾ കണ്ടില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, കിടക്കാൻ നേരം നബിതങ്ങൾ കാണിച്ചെന്ന മാതൃക നമ്മൾ ഫാത്തിഹോദി, കുൽഹുവല്ലാഹു കുൽ റബ്ബിൽ ഫലഖ് ഓതി, കുൽ റബ്ബിൻ നാസ് ഓതി ഊതിയിട്ട് മുഖം തടവുന്നു, തല തടവുന്നു, ശരീരത്തിൽ നിന്ന് കയ്യെത്താവുന്ന സ്ഥലങ്ങളൊക്കെ തടവുന്നു. സഹിയ ഹദീസിൽ വന്നൊരു ഇമാം മുസ്ലിം ജവാബ് ചെയ്ത ഹദീസല്ലേ. അത് ആരെക്കൊണ്ട് മന്ത്രിപ്പിക്കാനോ ഇല്ല, നമ്മളാണ് ഊതിയത്. അതെന്താ? ഖുർആൻ ബറക്കത്ത് ഉതിർക്കുന്നു. അത് വായ കൊണ്ട് ഓതിയാൽ ബറക്കത്ത് നിറഞ്ഞു വായിൽ. ആ വായിൽ നിന്ന് വരുന്ന കാറ്റിൽ ബറക്കത്തുണ്ട്. ആ കാറ്റ് തട്ടിയ കൈക്ക് ബറക്കത്ത് വന്നു. ആ കൈ ദേഹത്തിൽ തൊട്ടാൽ അവിടെ ബറക്കത്തായി. അപ്പൊ എന്താ? ഈ തൊട്ടവനെ തൊട്ട ബറക്കത്താണ് നിബിധങ്ങൾ കാണിച്ചു തന്നത്. അപ്പം ബറക്കത്ത് മോമിനിന്റെ പ്രവർത്തനങ്ങൾക്കും അവന്റെ ശ്വാസോച്ഛ്വാസത്തിനൊക്കെ വലിയ ബറക്കത്തുണ്ട്. ഏതെങ്കിലും ആവട്ടെ, ഇവിടെ ഇബ്രാഹിമിൽ മജ്ദൂബ് തങ്ങൾ ചവച്ചുകൊടുത്ത പഴം ബഹുമാനപ്പെട്ടവര് തിന്നു. അതോടുകൂടി താൻ അടിമുടി മാറി, മനസ്ഥിതി മാറി, മനോവികാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോയി, ആള് തന്നെ മാറി, ചിന്ത മാറി. ഇനി അദ്ദേഹത്തിനുള്ളത് ബഹുമാനപ്പെട്ടവർക്ക് ഇപ്പൊ ഹാജക്കൊണ്ട് ചിന്ത എന്താ? പഠിക്കണമെന്ന ചിന്തയായി, ഉത്കടമായി എടുക്കാം. അള്ളാഹു ഒരാൾക്ക് ഖൈർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു മതപരമായ ഇൽമ കൊടുക്കുന്നവർ. മൻസലക തരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഖലല്ലാഹു ബിഹി ലഹു തരീഖൻ ഇലൽ ജന്ന. വല്ല ഇൽമും പഠിക്കാനുള്ള ഒരു വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഹാജക്ക് ഖൈർ ഉദ്ദേശിച്ചതിന്റെ നാന്ദിയാണ്. ഈ മധുരം വയറ്റിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ മനസ്ഥിതി മാറി, ഇനി പഠിക്കണമെന്ന തിടുക്കമായി. ഇവിടെ തോട്ടം നോക്കി നിന്നാലിപ്പോ പഠിക്കാൻ കഴിയും. തോട്ടം വിറ്റു, പെണ്ണില്ല, കുട്ടികളില്ല, ഇവരെന്ത് പേടിക്കാനാ? തോട്ടം വിറ്റ് ഉള്ള കാശുമായിട്ട് ബഹുമാനപ്പെട്ടത് യാത്രയായി. ആദ്യമായി സമർക്കന്ദിലേക്കാണ് മിടുക്കനായ കുട്ടി പോകുന്നത്. സമർക്കന്ദിൽ കുറച്ചു ദിവസങ്ങളൊക്കെ താമസിച്ച് ഖുർആനൊക്കെ പഠിച്ചു. അവിടുന്ന് ആവശ്യമായ ഫിഖ്ഹുകളും പഠിച്ചു. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും യാത്രയായി. സമർക്കന്ത് ആദ്യം നോക്കണം. സ്വന്തം നാട്ടിൽ നിന്ന് സെഞ്ചറിൽ നിന്ന് യാത്രയായി സമർക്കന്ദിലെത്തി. സമർക്കന്ദിൽ നിന്ന് കുറച്ചു കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ അവിടെ നിന്ന് യാത്രയായി. എങ്ങോട്ടാ പോകുന്നത്? ഇറാഖിലേക്കാ പോകുന്നത്. ഇറാഖിൽ പോയി കുറച്ചു കാലം ഇറാഖിലെ കേന്ദ്രഭാഗത്ത് താമസിച്ച് അത്യാവശ്യം ഇൽമുകളൊക്കെ പഠിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്രയായി. ഇറാഖിൽ തന്നെയുണ്ട് ഹാറൂനിയ പട്ടണം.
ഹാറൂൻ റഷീദിന്റെ ഭരണകാലത്ത് അദ്ദേഹം പടുത്തുയർത്തിയ പട്ടണമാണ് ഹാറൂനിയ. ഹാറോൺ എന്നും പറയും, ഹാറൂനിയ എന്നും പറയും. ഹാറൂനിയ പട്ടണത്തിൽ വലിയ പണ്ഡിതന്മാരും ആത്മീയ ഗുരുക്കന്മാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ചിശ്തിയ തരീഖത്തിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അശൈഖ് ഉസ്മാനുൽ ഹാറൂനി താമസിക്കുന്ന നാടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനിൽ ചിശ്തി അതാ ഇറാഖിൽ നിന്ന്, ഇറാഖിലെ തന്നെ മറ്റൊരു പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹാറൂനിയ പട്ടണത്തിലേക്ക് പോകുന്നു. താൻ ഉദ്ദേശിച്ചത് തേടിയ വള്ളി കാലിന് തടഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇതുവരെ തേടി നടന്നത് അവിടെ കിട്ടി. അവിടെയാണ് ആരുള്ളത്? ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന വലിയ ഗുരുവര്യൻ, ആത്മീയ ഗുരു. അദ്ദേഹത്തിന് ലാഹിരിയായ ഇൽമുമുണ്ട്, ബാത്തിനിയായ ഇൽമുമുണ്ട്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രപരമായ ഇൽമുമുണ്ട്, പിന്നെ തസൂഫിന്റെ ഇൽമുമുണ്ട്. രണ്ട് ഇൽമും ഉള്ള ആളാണ്. നിരവധി ആത്മീയ ശിഷ്യന്മാരെ സൃഷ്ടിച്ചു വിട്ട ആളാണ്. തിരുത്താളുകൾക്ക് തരീഖത്ത് ഇജാസത്ത് കൊടുത്ത ആളാണ്. തിരുത്താളുകൾക്ക് ഖർഖ എന്ന സ്ഥാനവസ്ത്രം കൊടുത്തുകൊണ്ട് ഖലീഫമാരെ വിട്ട ആളാണ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി അദ്ദേഹം ഇഷ്തിയ തരീഖത്തിന്റെ വലിയ നേതാവാകുന്നു. ആ നേതാവ് അവിടെ ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് എത്തിപ്പെട്ടു. അവിടെ എത്ര കാലം താമസിച്ചു? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഹാറൂനിയ പട്ടണത്തിൽ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി നീണ്ട 20 കൊല്ലക്കാലം താമസിച്ചു. നീണ്ട 20 കൊല്ലക്കാലം പഠിച്ച് മഹാമിടുക്കനായി, വലിയ പണ്ഡിതനായി. പക്ഷേ നമ്മുടെ ഇൽമു അല്ല. അൽഇൽമു ഇൽമുൻ ഇദാ മസാനഹു അമലു, അൽഇൽമു ഇൽമുൻ ഇദാ മസാനഹു അമലു. ഇൽമു ഇൽമാകുന്നത് എപ്പോഴാണ്? അതിനെ അമല് ചന്തം ചാർത്തുമ്പോഴാണ്. ഇൽമിനെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് ഇൽമു ഇൽമായി തീരുന്നത്. അവരുടെ ഇൽമും നമ്മുടെ ഇൽമും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവരുടെ ഇൽമു പ്രയോഗവൽക്കരണമാണ്, പ്രയോഗിക്കുകയാണ് അവരുടെ ഇൽമു എന്ന് പറയുന്നത്. അപ്പോൾ നോക്കണം, 20 കൊല്ലക്കാലം ഇൽമു പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തി അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ആത്മീയ ശിക്ഷണം നടത്തുകയായിരുന്നു 20 കൊല്ലക്കാലം. ഇനി അവിടെ നിന്ന് നീങ്ങുന്നു. അവിടെ നിന്ന് നീങ്ങുന്നത് എങ്ങോട്ടാണ്? ഇനി ലോകത്തിലെ അറിയപ്പെട്ട വലിയ വലിയ ആത്മീയ ഗുരുക്കന്മാരൊക്കെ ഏതൊക്കെ നാട്ടിലും രാജ്യത്തുമുണ്ടോ അക്കാലത്ത് അവരുടെയൊക്കെ അടുത്ത് പോയി ദുആ ചെയ്യിപ്പിക്കണം, അവരുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിക്കണം, അവരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കണം. ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അത്യാവശ്യം പഠിച്ച് ഇനി സ്വന്തം കെട്ട് തുടങ്ങിയപ്പോരെ കച്ചവടം പോരാ. ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് സെബ്ഖാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ പോയി 2.5 മാസക്കാലം താമസിച്ചു. ഷെയ്ഖ് നജ്മുദ്ദീൻ എന്ന് പറയുന്ന വലിയ ആത്മീയ ഗുരുവിന്റെ അടുത്ത് ചെന്ന് താമസിച്ചു. അവിടെ നിന്ന് പിന്നെ പോകുന്നത് എങ്ങോട്ടാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖുത്ബുർ റബ്ബാനി വൽ ഗൗസുൽ ആദം സമദാനി ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അങ്ങോരെ തേടി തെരഞ്ഞു പോകുകയാണ്. കേട്ടു ഇപ്പോൾ ജീലാനിയിലില്ല, സ്വന്തം നാട്ടിലില്ല, ജൂതി പർവ്വതത്തിന്റെ മുകളിലുണ്ടെന്ന് കേട്ട് അങ്ങനെ ജൂതി പർവ്വതം, നൂഹ് നബി ഇസ്ലാം കപ്പൽ നങ്കൂരമിട്ട പർവ്വതമാണ് ജൂതി പർവ്വതം എന്ന് പറയുന്നത്. അങ്ങനെ അൽ ജസീറയിലെ ജൂതി പർവ്വതത്തിൽ ഖാജ മുഈനുദ്ദീൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഉണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ചെന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തേ വന്നത്? ഒന്നില്ല, ഇവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കാൻ, ഇവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ, ഇവിടുത്തെ ശിക്ഷണം ലഭിക്കാൻ, അതിനുവേണ്ടി വന്നതാണ്. കുറച്ച് ജൂതി പർവ്വതത്തിൽ എന്ത് പിന്നെ നാട്ടിലേക്ക് പോയിരുന്നാ പോരി, നാട്ടിലേക്ക് പോരുന്നു. ജീലാനിലേക്ക് പോയി, നാട്ടിലേക്ക് പോയി. ഷെയ്ഖ് ജീലാനിയുടെ കൂടെ 5 മാസം 7 ദിവസം, 5 മാസം 7 ദിവസം. പിന്നെ അവിടുന്ന് അനുവാദം കൊടുത്തു പോയിക്കോളെ. അവിടുന്ന് യാത്രയായി. എങ്ങോട്ടാണ് യാത്ര? ബഗ്ദാദിലേക്ക് യാത്ര. ഇറാഖിലെ ബഗ്ദാദിലേക്ക് തിരിച്ചു വരുന്നു. ബഗ്ദാദിലെത്തി അവിടെ ഷെയ്ഖ് ലിയാഉദ്ദീൻ തങ്ങളെ കണ്ടു, ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദിയെ കണ്ടു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദുദ്ദീൻ അൽ കർമാനിയെ കണ്ടു. അവിടെ ഇരുന്നൊക്കെ തെരീഖത്തും ഇജാസത്തും ഖിർഖയും ഒക്കെ സ്വീകരിച്ചു. വലിയ വലിയ മഹാന്മാരാണ് ഇവരൊക്കെ. ചെന്നാൽ തന്നെ ഇയാൾ ആരാണെന്ന് അവർക്കറിയാം. ഈ വരുന്ന ആള് ആരാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളാണോ അല്ല തിരസ്കരിക്കേണ്ട ആളാണോ എന്ന് അവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള വലിയ ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ ചെന്നു. തീർന്നിട്ടില്ല, ഇരിപ്പുറപ്പിക്കാനായിട്ടില്ല. ഇനിയും അറിയപ്പെട്ട വലിയമാര് അന്ന് കാലത്തുണ്ട്.
ഹമദാനിൽ ചെന്ന് ഷെയ്ഖ് യൂസുഫുൽ ഹമദാനിയെ കണ്ടു. തബ്രീസിൽ ചെന്ന് ഷെയ്ഖ് അബൂ സഈദ് തബ്രീസിയെ കണ്ടു. ഇസ്ഫഹാനിൽ ചെന്ന് ഷെയ്ഖ് മുഹമ്മദുൽ ഇസ്ഫഹാനിയെ കണ്ടു. മുഹമ്മദ് എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് ഷെയ്ഖ് അബൂ സഈദുൽ മുഹമ്മദിയെ കണ്ടു. പിന്നെ ഇസ്തിറാബാദി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ ഇസ്തിറാബാദിയെ കണ്ട്. അദ്ദേഹത്തിന് 127 വയസ്സായിട്ടുണ്ട്. 127 വയസ്സായ പടുവൃദ്ധനായ ഷെയ്ഖിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സമ്പാദിക്കാനുള്ളതൊക്കെ സമ്പാദിച്ച് അങ്ങനെയാണ് ഗസ്നിയിലേക്ക് നീങ്ങുന്നു. ഗസ്നിയിൽ ചെന്ന് ഷെയ്ഖ് അബ്ദുൽ വാഹിദുൽ ഗസ്നവിയെ കണ്ടു. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കാണ് ഇനി പോകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഹറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ കണ്ട്, അള്ളാഹിന്റെ ഔലിയാക്കന്മാരൊക്കെ കണ്ട് ബന്ധപ്പെട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഭരണാധിപൻ ആരാണ്? ഷിയയാണ്. യാദിജാർ മുഹമ്മദ് തന്നെ ഷിയക്കാരനാണ്. ഷിയയായിട്ടുള്ള ഭരണാധിപനുമായിട്ട് കൺസൾട്ട് ചെയ്ത് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന് തന്റെ ആശയം തെറ്റാണ്, അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി ഹറാത്തിലെ രാജാവിന് തന്റെ ആശയം ഷീഈ ആശയം തെറ്റാണ്, ബിദ്അത്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഖാജയുടെ കൈക്ക് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി. അദ്ദേഹം സുന്നത്തി ജമാഅത്തിലേക്ക് വരികയുണ്ടായി. അൽഹംദുലില്ലാഹ്. ഇനി ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുന്നു, എനിക്കൊന്ന് ഹിജാസിൽ പോകണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കണം. അങ്ങനെ തന്റെ യാത്ര ഹിജാസിലേക്ക് തിരിക്കുകയായി. മക്കത്ത് പോയി ഹജ്ജ് ഉംറ നിർവഹിച്ചു. മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഇരിക്കുമ്പോഴാണ് നിദ്രാമയക്കം വരുന്നു, ഉറങ്ങിപ്പോകുന്നു. ആ ഉറക്കത്തിൽ അതാ ഒരാൾ സമാഗതനാകുന്നു. ആരാണ്? മഹാനായ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതനാകുകയാണ്. നബി തങ്ങൾ പറയുന്നു, പൊന്നുമോനെ, നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു മതപ്രബോധനത്തിന് വേണ്ടി. എവിടെ? ഇന്ത്യ രാജ്യത്തേക്ക്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് നീ അവിടെ ചെല്ലണം. അവിടെ നീ ചെല്ലേണ്ടത് പ്രധാനമായി അജ്മീർ എന്ന സ്ഥലത്തേക്കാണ് നിന്നെ ഞാൻ നിയോഗിച്ചത്. പൊന്നു ഉപ്പ, വലിയുപ്പ, ആദരവായ നബിതങ്ങളെ, എവിടെയാണ് ഇന്ത്യ എനിക്കറിയില്ല, എവിടെയാണ് അജ്മീർ എന്നെനിക്കറിയില്ല. ഉറക്കത്തിലാണ് പറയുന്നത്. അതാ കാണിച്ചു തരാം, പടം ഞാൻ വരച്ചു തരുന്നു. ഭൂപടം വരച്ചു കാണിക്കുന്നു. ഉറക്കത്തിലെ ക്ലാസ്സാണ്. ഭൂപടം വരച്ചു കാണിക്കുന്നു. ഇന്ത്യ എവിടെയെന്ന് കാണിക്കുന്നു. ഏത് വഴിക്കാണ് ഇന്ത്യയിലേക്ക് പോകേണ്ടത് എന്ന് കാണിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ എത്തിപ്പെട്ടാൽ ആദ്യം ഡൽഹിയിൽ പോകണമെന്നും അവിടെ നിന്ന് വന്നിട്ട് പിന്നീട് അജ്മീറിലേക്ക് നീങ്ങണമെന്നുമാണ് നിർദ്ദേശമുള്ളത്. അങ്ങനെ ഡൽഹിയുടെ അജ്മീറിന്റെ പടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിച്ചു കൊടുക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, തിരുതകൃതിയായി യാത്രയായി. തന്റെ കൂടെ ധാരാളം ആളുകളുണ്ട്. ചെറുകിടക്കാരനല്ലല്ലോ ഇത്. കൂടെ ധാരാളം ആളുകളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സൗകര്യപ്പെടുന്ന ഒരു 40 ആളിന്റെ കൂടെ വരണം. അത്ര മതി. സൗകര്യമുള്ള സന്നദ്ധരായ, ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള ഒരു 40 ആളിന്റെ കൂടെ വരണം. 40 ആളുകളെ സെലക്ട് ചെയ്ത് 40 ആളുകളോടുകൂടി ബഹുമാനപ്പെട്ടവർ യാത്രയായി. സുബ്ഹാനല്ലാഹ്. 40 ആളുകൾ അടങ്ങുന്ന ഒരു സംഘമാണ് വരുന്നത്. ഗസ്ന വഴിക്ക് വന്ന് ഡൽഹിയിലെത്തി. സുൽത്താൻ മഹ്മൂദ് ഗസ്നവി ഗസ്ന ആസ്ഥാനമാക്കി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഗസ്നയിലെത്തി 40 ആളുകൾ. മഹ്മൂദ് ഗസ്നവി വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. അവിടെ നിന്ന് അങ്ങ് ഒരു യാത്രയായി ഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ ഒരു വലിയ കൊടുങ്കാറ്റായി മാറുകയാണ് ഉണ്ടായത്. 41 ആളുകൾ. 41 ആളുകൾ, ഒരു 40,000 ആളുകൾ വന്ന പ്രതീതിയാണ് ഡൽഹി പട്ടണത്തിലുണ്ടായത്. എന്താ കാരണം? ഒരുപാട് ആളുകൾ ഇവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ഇവരുടെ ഹാവഭാവങ്ങളും മുഖഭാവവും സംസാരവും അവരുടെ ആരാധനയും അവരുടെ വേഷവിധാനവും കണ്ടാൽ മതി മനുഷ്യ മനസ്സുകൾ മാറിപ്പോകാൻ. അങ്ങനെ ഇസ്ലാമിന്റെ ജീവിക്കുന്ന, ചലിക്കുന്ന മാതൃകകളായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ വലിയ മാറ്റമാണ് ഡൽഹിയിലുണ്ടായത്. ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ചരിത്രത്തിൽ കാണുന്നു, ഒരൊറ്റ ദിവസം തന്നെ 70 പട്ടാളക്കാർ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു. സാധാരണക്കാരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, 70 പട്ടാളക്കാർ
വിദേശത്ത് നിന്ന് വന്ന ആളെ വീക്ഷിക്കാൻ പ്രതിരോധ വകുപ്പിൽപ്പെട്ട പട്ടാളക്കാർ ഇവരെ നോക്കാനും വീക്ഷിക്കാനും വേണ്ടി വന്ന ആളുകൾ ഒരു ദിവസം വരെ വീക്ഷിച്ചപ്പോൾ ഇതിന് മനസ്സ് മാറിപ്പോയി. 70 ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന. മാത്രമല്ല ഡൽഹിയിലെ രജപുത്ര കുടുംബത്തിൽപ്പെട്ട ധാരാളം കുടുംബങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഭരണകർത്താക്കൾക്ക് വളരെയധികം വിമിഷ്ടമായി, വെറുപ്പായി, നാടുവിടാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏതെങ്കിലും ആവട്ടെ കുറെ അധികം മുസ്ലിമുകൾ ഡൽഹിയിൽ ഉണ്ടായിത്തീർന്നു. ഈ മുസ്ലിമുകൾക്ക് നേതാവാക്കി ഖാജ ഖുതുബുദ്ദീനുൽ ബഖ്തിയാർ, ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങളെ അവിടെ ഡൽഹിയിലെ നേതാവാക്കി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീനുൽ ചിശ്തി തങ്ങൾ അവர்கள் അവിടെ നിന്ന് യാത്രയാക്കി. എങ്ങോട്ടാ പോകുന്നത് യഥാർത്ഥമായ തന്റെ ലക്ഷ്യം, യാത്രാ ലക്ഷ്യം അജ്മീറാണല്ലോ. അതുകൊണ്ട് അജ്മീറിലേക്ക് നീങ്ങുകയാണ്. അജ്മീറിലേക്ക് നീങ്ങുമ്പോൾ ഡൽഹിയിൽ കുറെ മുസ്ലിമുകൾ ഉണ്ടാക്കി അവരെ തെരുവാധാരമാക്കി ആത്മീയ നേതൃത്വത്തിന് കരുത്തുള്ള ഒരാളെ ഏൽപ്പിക്കാതെ പോകാൻ പാടില്ല. ഏതൊരാളും എവിടെ പോകുമ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏതൊരാളും എവിടെ പോകുമ്പോഴും ഉത്തരവാദിത്വ ബോധമില്ലാതെ വേഗം കൊടുത്ത് വണ്ടി കയറി പോകാൻ പറ്റില്ല. ഒരു മദ്രസ സെക്രട്ടറി ഗൾഫ് പോവുകയാണെങ്കിൽ അതിന്റെ കണക്കും ബുക്കൊക്കെ കമ്മിറ്റി വിളിച്ച് ഏൽപ്പിച്ച് ഒരാളെ തന്റെ പ്രതിനിധിയാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു പള്ളിന്റെ ആളോ മദ്രസിന്റെ ആളോ എവിടെയെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ അതിന് പ്രതിനിധി നിർത്തിയിട്ടേ പോകാൻ പാടുള്ളൂ. അല്ലാതെ നട്ടോട്ടം ഓടാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഖാജ അവറുകൾ എന്ത് ചെയ്തു? അക്കൂട്ടത്തിൽ ഏറ്റവും വിദഗ്ധനായ ആള്, സമർത്ഥനായ ആള് ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങളാണ്. ഖുതുബുദ്ദീൻ ബഖ്തിയാറിനെ പ്രതിനിധിയാക്കി ഡൽഹിയിൽ ഇവിടെയുള്ള മുസ്ലിമുകളുടെ കാര്യം നിങ്ങൾ നോക്കണം, ഇനി തുടർ പ്രബോധന പ്രവർത്തനം നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് അജ്മീറിലേക്ക് നീങ്ങി. അജ്മീറിലേക്ക് ചെന്നു. ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീനുൽ ചിശ്തി തങ്ങൾ അജ്മീറിലെത്തി. നുബുവത്തിന്റെ ഹിജ്റയുടെ 561 ആണ്ട് മുഹറം മാസത്തിലായി എത്തുന്നത്. ഹിജ്റ 561 മുഹറത്തിലാണ് അജ്മീറിന്റെ ചരിത്രം തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ടവർ അവിടെ ചെന്നപ്പോൾ 40 ആളുകൾ കൂടെയുണ്ട്. 40 ആളുകൾ കൂടെയുണ്ട്. ചെന്ന അന്ന് രാത്രി അന്തി ഉറങ്ങണമല്ലോ. അപ്പൊ ഒരു ഒഴിഞ്ഞൊരു മൈതാനം കണ്ടൊരു വലിയ മരം ആ വൃക്ഷ ചുവട്ടിൽ വന്നവിടെ ഇരുന്നു. തൊട്ടടുത്ത് തന്നെ തന്റെ അനുചരന്മാരായ 40 ആളുകളും വന്നിരുന്നു. ഉള്ള മുണ്ടും കരിക്ക് വിരിച്ച് കിടക്കാനുള്ള ശ്രമമാണ് നിസ്കാരം കരിക്ക് നിർവഹിക്കുന്നത്. ബെഡില്ല, പായയില്ല, വേറെയുള്ള സാധനങ്ങളൊന്നുമില്ല, കട്ടിലൊന്നുമില്ല. ഇന്നലെ ഞാൻ ഇവിടെ ഒരാൾ കുട്ടിനെ ചേർക്കാൻ വേണ്ടി വന്നു. കുട്ടിനെ ഇവിടെ ചേർക്കാൻ കട്ടിലുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ആ ശീലം മാറ്റാനേ നമ്മളിവിടെ കോളേജ് നടത്തുന്നത്. കട്ടിലും ബെഡിലേക്ക് കിടന്നോളൂ എന്നുള്ള ശീലം ഏത് കുട്ടിക്കുണ്ടെങ്കിൽ ആ ശീലം മാറ്റിയിട്ട് ദുനിയാവിൽ എവിടെ പോയാലും എനിക്ക് ജീവിക്കാൻ കഴിയും. ആ ശീലം തറയെ കിടത്തിയിട്ട് പായ വിരിച്ച് തറയെ കിടത്തി ഉള്ള പരിശീലനം അവിടുന്ന് കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? കട്ടിലിൽ നിന്ന് താഴെ ഇറക്കുന്ന ശീലം അതാണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പൊ എന്താന്ന് പറഞ്ഞ് തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല എന്നാ. ആദ്യം തന്നെ കുട്ടികളെ വളരെ ലളിതമായ ജീവിതം പഠിപ്പിക്കണം. ആദ്യം തന്നെ ബെഡും മെത്തിയും മറ്റേതും ഏസിന്റെ ഇതിൽ തന്നെ വളർത്തിയെടുത്താൽ പിന്നെ അവർ ബുദ്ധിമുട്ടാവും എവിടെ പോയാൽ. നേരെ മറിച്ച് തറയിൽ പായിട്ട് ശീലിപ്പിച്ചു. ബെഡില്ല, കട്ടിലില്ല, അങ്ങനെ ശീലിച്ചൊരു കുട്ടിയാണെങ്കിൽ എവിടെ പോയാലും ഒന്ന് ജീവിക്കാം, അല്ലേ? അപ്പൊ ഏതെങ്കിലും ആവട്ടെ. ഇവിടെ ഇപ്പം കട്ടിലും ബെഡും സാധനമൊന്നുമില്ല. വലിയ അള്ളാനെ ആകാശം മേൽപ്പന്തല്, ഭൂമി തറയും. ഈ കണ്ട വൃക്ഷത്തിന്റെ ചുവട്ടിലവിടെ ഇരുന്നു. രാത്രി അവിടെ ഉറങ്ങാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും വലിയ ബുദ്ധിമുട്ട്. അപ്പോഴുണ്ട് ഒട്ടകങ്ങളെ തെളിച്ചുകൊണ്ട് ഒരാളെങ്ങനെ പറഞ്ഞു. കുറെ ഒട്ടകത്തിന് ആരാ ഇവിടെ? ഇവിടെ നമ്മുടെ രാജാവിന്റെ ഒട്ടകങ്ങളെ കിട്ടുന്ന സ്ഥലമാണ്. രാത്രി ഒട്ടകങ്ങളെ വിശ്രമിക്കാൻ വേണ്ടി ഇടുന്ന സ്ഥലമാണ്. ഇവിടെ ആരും ഇരിക്കാൻ പറ്റില്ല. പോകുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം വിടുന്നു. സുബ്ഹാനല്ലാഹ്. ഞങ്ങളിപ്പോ രാത്രി ഇവിടെ ഒന്ന് വിശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മൃഗത്തിനെ അവിടെ ഒരു ഭാഗത്ത് നിർത്തിയാൽ മതിയല്ലോ, ഞങ്ങൾ ഈ ഭാഗത്ത് ഇരുന്നുള്ള അതൊന്നും പറ്റില്ല. എന്റെ ഇവിടെ ഇപ്പൊ പോണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അനാസാഗർ എന്ന് പറയുന്ന തടാകമുണ്ട്. ആ തടാകത്തിന്റെ തീരത്ത് പോയി അവർക്കവിടെ കുളിക്കാനും സൗകര്യം ഉണ്ടാകും, കിടക്കാനും സൗകര്യമുണ്ട്, ഒന്നുണ്ടാക്കാനും സൗകര്യമുണ്ട്. അവിടെ പോകുമ്പോ ബഹുമാനപ്പെട്ട ഹാജ പറഞ്ഞു, അത് ശരി, ഒട്ടകത്തിന് വലിയ നിർബന്ധമുണ്ടല്ലേ, എന്നാ ഒട്ടകം അവിടെ കിടക്കട്ടെ എന്ന്. ഞങ്ങൾ അവിടെ കിടന്നതാണ്.
ഒട്ടകം അവിടെ കിടക്കട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട് പറയുന്നത്. സാർത്ഥമായ പറച്ചിലായിരുന്നു. നേലം പിറന്ന് സാധാരണ ഒട്ടകത്തെ തെളിക്കുന്ന സമയത്ത് ഇടയൻ ഒട്ടകത്തെ തെളിച്ചിട്ട് ഒറ്റ ഒട്ടകം എണീക്കുകയില്ല. ചവിട്ടി നോക്കി, കുത്തി നോക്കി, കൊളുത്തുകൊണ്ടെന്ന് വലിച്ചു നോക്കി, അനങ്ങുന്നില്ല. സംഭവം മനസ്സിലായി. അയാൾക്ക് ഓർമ്മ വന്ന് എങ്കിൽ ഒട്ടകം അവിടെ കിടക്കട്ടെ എന്നാ പറഞ്ഞു. ഇല്ലേ, അക്കയിടത്തം തന്നെ അന്ന് ബുദ്ധിപ്പെട്ടു. വേഗം തടാകത്തിന്റെ തീരത്ത് വന്ന് ഈ ഗുരുവജ്യനോട് പറഞ്ഞു, നിങ്ങള് ക്ഷമിക്കണം, മാപ്പ് തരണം, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഒട്ടകം കൊണ്ട് രക്ഷപ്പെടുത്തി തരണം. എന്നാലും ഒട്ടങ്ങളോട് എഴുന്നേൽക്കാൻ പറയും, ഞാൻ പറഞ്ഞിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഒട്ടകം എഴുന്നേറ്റു. അതോടുകൂടി സംഭവം കാട്ടുതീ പോലെ നാട്ടിലേക്ക് പരന്നു. രാജാവിന്റെ അടുത്ത് വിവരമെത്തി. രജപുത്ര രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. പൃഥ്വി ചൗഹാൻ എന്ന് പറയുന്ന രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ചൗഹാന്റെ പട്ടാളം അതാ എത്തിപ്പോയി. ഇവരെ ഇവിടെ നിന്ന് നാട് കടത്താൻ മാതിരി ആൾക്കാരിവിടെ താമസിക്കാൻ പറ്റില്ല. നാട് കടത്താൻ വേണ്ടി ആളുകൾ എത്തി. ആടെത്തിയപ്പോ എന്താന്ന്, കയ്യില് വാളില്ല, കുന്തമില്ല, പരിചയില്ല, ബോംബില്ല, തൂക്കില്ല, ഒന്നുമില്ല. അള്ളാന്റെ ഭൂമിയിൽ അള്ള പഠിച്ച മണ്ണ് മാത്രമാണുള്ളത്. ഒരു പിടി മണ്ണ് വാരി എന്നിട്ട് ആയത്തുൽ കുർസി എന്ന മാന്ത്രിക ശക്തിയുള്ള ആയത്തങ്ങ് ഓതി. അല്ലെ, ഇബ്ലീസ് എന്നെ സംബന്ധിച്ചില്ലേ, ആയത്തുൽ കുർസി ഓതിയ ഒരാൾ കിടന്നാൽ നേരം വരുന്ന ഓനൊന്നും ചെയ്യാൻ ആർക്ക് കഴിയില്ല, ഇബ്ലീസ് കഴിയില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ശക്തമായ ബോംബാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നമ്മൾ ഓതുന്ന വായില്ല, നമ്മൾ പറഞ്ഞോണൊക്കെ ഇപ്പൊ ഉണ്ടാവില്ല, യക്കശക്കൂടിയായിരിക്കും നമ്മളില്ല. അല്ലേ, ഇത് അങ്ങനത്തെ അല്ലല്ല. ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതൊരു പിടി മണ്ണ് വാരി ഒരേറ്റ് കയറാണ്ട്. ഓരോ തരിയും ഒരു ബോംബിന്റെ പ്രതീതി ഉളവാക്കിയത്. മറിഞ്ഞങ്ങോട്ട് വീണ് കുറെ സമയം നിശ്ചലം. നമ്മളെ വെട്ടന്താങ്ങി പല്ലി വേണം അതിരിയെ. പല്ലി വീണ കുറച്ച് സമയത്തിന് എന്താ ചെയ്യണമെന്ന് അറിയാം, തരിപ്പിലേക്ക് കടന്നു. പിന്നെ എഴുന്നേറ്റൊരു ഓട്ടം. അതുപോലെ തരിപ്പ് മാറിയപ്പോ എഴുന്നേറ്റു. എല്ലാവരും കൂടി കാര്യം രക്ഷയില്ലല്ലോ എന്ന്. കാര്യം രക്ഷ. ഇത് മുസ്ലിമുകളുടെ അവരോട് ആത്മീയ നേതാവ്, നമുക്ക് നമ്മളെ ആത്മീയ നേതാവിനെ കൊണ്ടുവരണം. രാമദേവ് എന്ന് പറഞ്ഞ വലിയ നേതാവുണ്ട് അവരുടെ. രാമദേവ് എന്ന് പറഞ്ഞ വലിയ നേതാവ് അയാളെ കൊണ്ടുവന്നു. നിങ്ങളൊന്ന് മുപ്പര് കണ്ടിട്ട് സംസാരിച്ചേട്ടെയാണ്. രാമദേവ് വന്ന് നമുക്കൊന്ന് സംസാരിക്കണമെന്നല്ലോ ഇരിക്കുന്നത്. സംസാരം തുടങ്ങി അവസാനിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞാൽ മൂപ്പര് പേര് മാറ്റിക്കൊണ്ടാണ്. പേര് ശാന്തിദേവ് എന്നാക്കി മാറ്റി. ഇസ്ലാമതം സ്വീകരിച്ചു. അതതിനെക്കാട്ടിയും പറ്റി വിളിക്കാൻ തേച്ചത് പാണ്ടായി. ഇതിനെന്തോ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാമദേവിനെ വിളിച്ചു വരിച്ചു. രാമദേവ് വന്നിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഇസ്ലാമതം സ്വീകരിച്ചു. ആത്മീയ ഗുരുവിന്റെ ഉപദേശം കേട്ട് ഇസ്ലാമതം സ്വീകരിച്ചു. അപ്പം പല ആളുകളും പറഞ്ഞു, ഇത് ഈ മനുഷ്യൻ നജിഷ്യനാണ്, ആഭിചാരകനാണ്, സാഹിറാണ്. അതുകൊണ്ട് ഇയാളുടെ ഇന്ദ്രജാലം കൊണ്ടും ആഭിചാരം കൊണ്ടും മനുഷ്യനെ വലയിലൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രജാലക്കാരെ വിളിക്കാൻ, ആഭിചാരകന്മാരെ വിളിക്കാൻ. അപ്പം അവരുടെ ഒരു വലിയ നേതാവുണ്ട്, അജയ്പാൽ യോഗി എന്ന് പറയുന്ന ആള്. കാട്ടിൽ തപസ് ചെയ്യാം. വലിയ സിഹിറിന്റെ ആളാണ്. ഇന്ദ്രജാലത്തിന്റെയും അതുപോലെ തന്നെ മാരണത്തിന്റെയും ക്ഷുദ്രവേലയുടെയൊക്കെ ആളാണ്. മൂപ്പര ശിഷ്യന്മാരിന്റെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാ അജയ്പാലിനെ വരുത്താൻ പറ്റും. അജയ്പാൽ യോഗിയുടെ അടുത്ത് ആള് പറഞ്ഞു, ഞാനൊരു തപസ്സില, എന്റെ കോഴ്സ് പൂർത്തിയായിട്ടില്ല, തപസ്സിന്റെ കോഴ്സ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുറിച്ചും വരില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, രാജാവ് വിളിക്കുന്നുണ്ട്, എമർജൻസിയാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് തപസ് നിർത്തി പുറപ്പെട്ടു. അജയ്പാലി യോഗി വന്നത് ഒറ്റയ്ക്കല്ല, 1500 ആളുകൾ കൂടെയുണ്ട്. 1500 ആളുകൾ കൂടെയുണ്ട്. ആരാണത്? മാരണം ചെയ്യുന്ന, ക്ഷുദ്രവേല അറിയുന്ന, ഇന്ദ്രജാലം അറിയുന്ന വലിയ വിദഗ്ധന്മാരാണ് 1500 ആളുകൾ. ഇവിടെ 41 ആളുകളെ നേരിടാൻ അപ്പി 1501 ആളുകൾ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഷെയ്ഖ് അവറുകൾ എന്ത് ചെയ്തു തന്നെ അനുയായികളോട് പറഞ്ഞു, 40 ആളുകൾ പേടിക്കേണ്ട, ഞാനിതൊരു വൃത്തം വരയ്ക്കുന്നുണ്ട്, ഒരൊറ്റ വൃത്തം. ഈ വൃത്തത്തിന്റെ പുറത്തേക്ക് നിങ്ങളാരും പോകരുത്, അവർക്ക് ഈ വൃത്തത്തിന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. വന്നാലും വൃത്തം വരെ വരാം, അതിന്റെ അപ്പുറത്തിനോട് വരാൻ കഴിയില്ല. അപ്പം ഈ സർപ്പസേവൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. സർപ്പത്തിനൊന്നായിട്ട് അഴിച്ചു.
പിശാചുക്കളിൽ ചെകുത്താന്മാരിലും ജിന്നുകളിലും ഒരു വിഭാഗം പാമ്പും സർപ്പങ്ങളാണ്. ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. സർപ്പങ്ങളുടെ കൂടെ അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും പള്ളിയിലോ അതുപോലെ സ്ഥലത്ത് എവിടെയും സർപ്പത്തെ കണ്ട പെട്ടെന്ന് കൊല്ലരുത്. പ്രത്യേകിച്ച് മദീനയിൽ ജിന്നുകൾ ധാരാളം റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വരും. അങ്ങനെ ആയതുകൊണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പെട്ടെന്ന് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് സർപ്പത്തെ കണ്ട പെട്ടെന്ന് കൊല്ലരുത്. 2-3 പ്രാവശ്യം പോകാൻ നിങ്ങൾ പറയണം. അപ്പൊ പെട്ടെന്ന് അതിനെ കാണാതാവും. എവിടെയുണ്ടാവില്ല, പെട്ടെന്ന് പോകും. അപ്പൊ ജിന്നെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് മദീനത്തേക്ക് ബാധകമാണെന്നും എല്ലാ ലോകത്തേക്ക് എല്ലായിടത്തേക്കും ബാധകമാണെന്നൊക്കെ 2 അഭിപ്രായമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ജിന്നുകളുടെ കൂട്ടത്തിൽ ശൈത്താന്മാരുടെ കൂട്ടത്തിൽ പാമ്പുകളുണ്ട്. സർപ്പസേവ നടത്തുന്ന സർപ്പത്തിനെ പൂജിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഈ ചെകുത്താന്മാര് സർപ്പത്തിന്റെ രൂപത്തിലുള്ള ചെകുത്താന്മാരെയാണ് പൂജിക്കുന്നത്. അപ്പൊ ഈ സർപ്പസേവകരായ ഈ ഇന്ദ്രജാലക്കാർ സർപ്പത്തെലുമുടി അടിച്ചു. സർപ്പങ്ങൾ പല ജാതി സർപ്പങ്ങൾ എങ്ങനെ എല്ലാം ഈ സർക്കിൾ വരെ വരുള്ളൂ, അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം അനുയായികൾക്ക് 40 ആളുകൾക്ക് ധൈര്യമായി. സർക്കിൾ സാധാരണ സർക്കിളില്ലെന്ന് മനസ്സിലായി. ഇതൊരു മാന്ത്രിക സർക്കിൾ തന്നെയാണ്. സർക്കിളിന്റെ അപ്പുറത്തേക്ക് വരുന്നില്ല. പിന്നെ തീമഴ പെയ്യിപ്പിച്ചു. തീമഴ പെയ്യി, അതൊക്കെ മേജിക്കാണ്. മേജിക് കൊണ്ട് തീമഴ പെയ്യിപ്പിച്ചു. അനങ്ങില്ല, അനങ്ങില്ല. അവിടെ തന്നെ നിന്നു. ഒന്നും സംഭവിച്ചില്ല. അപ്പൊ പിന്നെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി അജയ്പാലൊരു പണിയെടുത്തു. ഒരു മാനിന്റെ തോല് ധരിച്ചുകൊണ്ട് പറന്ന് യോഗിമാർക്ക് പറക്കാൻ കഴിയും. ദീർഘകാലത്തെ കയ്യൊതുക്കവും മെയ്യൊതുക്കവും ഒക്കെ നടത്തിയിട്ട് ആഹാരം കഴിക്കുന്നിടത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവരൊരു പ്രത്യേക തപസ്സനൊക്കെ ഇരിക്കാനുണ്ട്. അത് ഇരുന്നിട്ടാണ് യോഗിമാർ പറക്കുന്നത്. അങ്ങനെ പഴയകാലത്ത് യോഗിമാർ പറക്കാറുണ്ട്. യോഗാസന മുറകൾ കൊണ്ട് പലതും സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് പറക്കുന്നത്. എന്നാൽ ശരീരം വളരെ ലഘുവാണ്. എന്നിട്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പറക്കാനുള്ള പരിശീലനം നേടുമോ. അങ്ങനെ അജയ്ബാലി യോഗി മുകളിലേക്ക് പറന്നപ്പോൾ ബഹുമാനപ്പെട്ട ഖാജ ഇശാറത്ത് ചെയ്തു തന്റെ 2 മെതിയടികളിലേക്ക്. മെതിയടി മേൽപോട്ട് പോയി അടിച്ച് അജയ്ബാലിനെ താഴെ വീഴ്ത്തി. മെതിയടി മേൽപോട്ട് പോയി അജയ്ബാലിനെ അടിച്ച് തറയിൽ വീഴ്ത്തി. തറയിൽ വീഴ്ത്തിയപ്പോൾ അജയ്പാൽ പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാര്യം അവസാനിച്ചു. അജയ്പാൽ ഇസ്ലാം മതം സ്വീകരിച്ച പിന്നെ മറ്റുള്ളവരുടെ കാര്യം എന്താ? അവിടെ കൂടിയ ആളുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാമിലേക്കുള്ള ഒഴുക്കാണ് ഇവനുണ്ടായത്. മുഈനുദ്ദീൻ എന്ന പേര് സ്വപ്നത്തിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നൽകിയ പേരാണ് മുഈനുദ്ദീൻ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഖാജ ഏതെങ്കിലും ആവട്ടെ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ജിഷ്ണി കാരണമായിട്ട് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടിട്ടും രാജ്യം ഭരിക്കുന്ന രജപുത്ര രാജാവായ പൃഥ്വി ചൗഹാന് വാശി കൂടുകയാണ് ചെയ്തത്. വാശി കൂടി ബഹുമാനപ്പെട്ടവരോട് പിന്നെയും യുദ്ധം ചെയ്യുന്നത് തിടുക്കമാണുള്ളത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ജഅൽനാക അസീറൽ മുസ്ലിമീൻ ജഅൽനാക ഖതീലൽ മുസ്ലിമീൻ. മുസ്ലിമുകളുടെ കൈക്ക് നിങ്ങൾ ബന്ധിയാവും, മുസ്ലിമുകളുടെ കൈക്ക് നിങ്ങൾ വധിക്കപ്പെടും. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചത്. 1192 താനേശ്വരത്ത് വെച്ചുകൊണ്ട് പൃഥ്വിരാജനും മുഹമ്മദ് ഖോറിയും തമ്മിൽ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ പൃഥ്വിരാജൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഖാജയുടെ പ്രവചനമോടെ പുലരുകയാണ് ഉണ്ടായത്. ഏതെങ്കിലും ആവട്ടെ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ജിഷ്തി തങ്ങൾ കഴിക്ക് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു സ്വപ്നം. നബിതങ്ങളുടെ നിയോഗപ്രകാരമാണ് ഇന്ത്യയിലേക്ക് വന്നത്. നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മതപ്രബോധനം തുടങ്ങിയത്. എന്നാൽ നബിതങ്ങൾ തന്നെ സ്വപ്നത്തിൽ ഒരു നിർദ്ദേശവും കൂടി നൽകുകയാണ്. എന്താ പറയുന്നത്? യാ ബുനയ്യ അൻത മുഈനുദ്ദീൻ, എന്റെ കുഞ്ഞു മോനെ. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണല്ലോ, റസൂലുള്ളാഹിന്റെ 13ാമത്തെ പേരക്കുട്ടി. എന്റെ കുഞ്ഞു മകനെ, അൻത മുഈനുദ്ദീൻ, നീ എന്റെ ദീനിനെ സഹായിക്കുന്ന ആളും ദീനിന്റെ പ്രബോധകനും പ്രചാരകനുമാണ് ഞാൻ അംഗീകരിച്ചു. പക്ഷേ ലാക്കിൻ തറക്ത സുന്നത്തം മിൻ സുന്നത്തി,
എന്റെ ചര്യയിൽ നിന്ന് ഒരു ചര്യ നീ വിട്ടുകളഞ്ഞിട്ടുണ്ട്, അത് വേഗം പരിഹരിക്കണം. അതെന്താ? എന്റെ ചര്യയിൽ നിന്ന് ഒരു ചര്യ നീ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം കഴിച്ചിട്ടില്ല. നബിതങ്ങൾ പറഞ്ഞില്ലേ, റസൂലുള്ളാന്റെ വീട്ടിൽ വന്നുകൊണ്ട് റസൂലുള്ളാന്റെ ഇബാദത്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് ചില ആളുകൾ പറഞ്ഞു, ഞങ്ങള് ഇനി വിവാഹം കഴിക്കൂല. ചില ഭാര്യമാരോട് പറഞ്ഞു, ഭാര്യമാരൊക്കെ നമ്മൾ ഒഴിവാക്കും, രാത്രി മുഴുവൻ നിസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പെടുക്കും. വിവരം അറിഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, അത് എന്റെ ചര്യക്ക് വിരുദ്ധമാണ്. ഞാൻ ചില ദിവസം നോമ്പെടുക്കുന്നു, ചില ദിവസം നോമ്പ് ഉപേക്ഷിക്കുന്നു, രാത്രി കുറച്ച് ഉറങ്ങുന്നു, രാത്രി കുറച്ച് നിസ്കരിക്കുന്നു. വൈനി അത്തസവജ് നിസാ, ഞാൻ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് ഫമൻ റഗീബൻ സുന്നത്തി, എന്റെ ചര്യ വിട്ടുകൊണ്ട് ആരെങ്കിലും ഒരു ചര്യ ആഗ്രഹിച്ചാൽ ഫലീസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. എല്ലാ രാത്രി നേരം വെളുപ്പോൾ നിസ്കരിക്കാം, എല്ലാ പകലും നോമ്പെടുക്കാം, അത് പറ്റില്ല. മനുഷ്യന് ശരീരത്തോട് ഹക്കുണ്ട്, ഭാര്യയോട് ഹക്കുണ്ട്, കുടുംബത്തോട് ഹക്കുണ്ട്. ഈ ഹക്കുകളൊക്കെ നിറവേറ്റണം, അപ്പോഴാ മുസ്ലിം ആകുന്നത്. അതുപോലെ തന്നെ എന്താണ്? വിവാഹം കഴിക്കണം, സന്തത്യുൽപാദനം നടത്തണം. ഇതൊക്കെ അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഹാജിയോട് റസൂലുള്ള പറയുന്ന ഉറക്കത്തിലെ സ്വപ്നമാ. നിബിതങ്ങൾ വന്നിട്ട് പറയുന്ന, പൊന്നു മോനെ, നീ ചെയ്തതൊക്കെ വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ എന്റെ ഒരു സുന്നത്ത് നീ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ കല്യാണം കഴിക്കണം. അന്ന് രാത്രി തന്നെ സയ്യിദ് വജീഹുദ്ദീൻ എന്ന് പറയുന്ന നേതാവിന് തങ്ങൾക്ക് ഒരു സ്വപ്നം, റസൂലുള്ളാഹിന്റെ സ്വപ്നം. സയ്യിദ് വജീഹുദ്ദീന് ഒരു സ്വപ്നം എന്താ? നിങ്ങളുടെ മകളെ മുഈനുദ്ദീൻ ചിശ്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഈ രണ്ട് സ്വപ്നവും തമ്മിൽ കൂട്ടിമുട്ടി. അതുകൊണ്ട് വിവാഹാന്വേഷണമായിട്ട് അതാ അമ്മോസൻ വരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ തയ്യാറായി നിൽക്കുക ചെയ്യുന്നത്. അങ്ങനെ കല്യാണം നടന്നു. ആ ദാമ്പത്യ വല്ലരിയിൽ 3 പുഷ്പങ്ങളുണ്ടായി. സയ്യിദ് അബൂ സയ്യിദ്, സയ്യിദ് ഫഖറുദ്ദീൻ, സയ്യിദ് ഹുസാമുദ്ദീൻ. 3 വലിയ നേതാക്കന്മാരായ, പിന്നീട് പിൽക്കാലത്ത് വലിയ നേതാക്കന്മാരായിട്ടുള്ള മഹന്മാരുണ്ടായി തീർന്നിട്ടുണ്ട്. വലിയ കറാമത്തുകളുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ പറയുന്നത്. ഇബാദത്തിലും നിസ്കാരത്തിലും അതുപോലെ തന്നെ നോമ്പിലും ഖുർആൻ പാരായണത്തിലും ദിക്റിലും ഇൽമിലും എല്ലാം സമ്പൂർണനായ മഹാനായ നേതാവ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ചില കറാമത്തുകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം പടുവൃദ്ധയായ ഒരു പെണ്ണ് സങ്കടപ്പെട്ട് ഹാജിയുടെ അടുത്ത് വരുന്നു. എന്താവെന്ന് പറയുന്നത്, എനിക്ക് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നു, ആ മകൻ മരിച്ചുപോയി. എന്താ മരിച്ച മകൻ ഇനിയിപ്പോ ഖിയാമത്ത് നാളിലല്ലേ ഹയാത്താവുള്ളൂ, എന്താ ചെയ്യ? മരിച്ചവരെ ഹയാത്താക്കുന്ന ആൾക്കാരെ കണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം മരിച്ച പല ആൾക്കാരെ ഹയാത്താക്കിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ അമ്പിയാക്കന്മാർക്ക് മോചിസത്തായിട്ടുണ്ടാകാറുണ്ട്. ചില വലിയ ഔലിയാക്കന്മാർക്കും ചിലപ്പോൾ മോചിസത്തായിട്ടുണ്ടാകാറുണ്ട്. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പെണ്ണ് പറയുന്നു, എനിക്ക് ആരുമില്ല എന്റെ കൈപിടിച്ച് ആനയിക്കാൻ, എന്നെ കുളിപ്പിക്കാൻ, എനിക്ക് ഭക്ഷണം നൽകാൻ, എന്നെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. എന്റെ ഏകപുത്രൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് തങ്ങളെയാണ്. എപ്പോഴാ മരിച്ചു? ഇന്ന് മരിച്ചിട്ടുള്ളൂ. മുപ്പരിയെന്ന് എഴുന്നേൽക്കണം, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടി എഴുന്നേറ്റു മകൻ വന്നേറ്റു. വലിയ സംഭവമാണ്. ഖാജ മുഈനുദ്ദീൻ ചിശ്തി സുൽത്താനുൽ ഹിന്ദായി അറിയപ്പെടാൻ കാരണം, ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ഓടിയണയാനുണ്ടായ കാരണം എന്താ? 1000 മൊയ്യന്മാര് വേദ പറഞ്ഞിട്ടും കാര്യമില്ല. അനുഭവജ്ഞാനം എന്നതാണ് വലിയ ജ്ഞാനം. മുഖതാവിൽ കാണുന്ന അനുഭവം അതാണ് വലുത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു മോചിസത്ത് അമാനുഷിദ്ധി കൊടുത്തു. നിങ്ങളുടെ അംഗീകാരം കിട്ടാൻ മോചിസത്ത് കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്ക് കറാമത്തുകൾ കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ. ആ കറാമത്തിന്റെ ഭാഗമാണ് ഈ സംഭവം. അറിഞ്ഞുകൊണ്ട് അതാ വേറൊരാള് വരുന്നു. എന്താ വന്നത്? പൊന്നു തങ്ങളെ, എന്റെ മകനെ അക്രമമായി കൊന്നിരിക്കുന്നു. അതെന്താ? എന്റെ മകൻ ചെയ്യാത്ത ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു എന്റെ മകന്റെ പേരിൽ. അങ്ങനെ ഇവിടുത്തെ കോടതി ന്യായാധിപൻ അന്യായമായി എന്റെ മകനെ കൊല്ലാൻ വിധിക്കുകയും അങ്ങനെ അവനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്റെ മകനെ. ഈ സങ്കടഹർജിയുമായിട്ടാണ് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്.
അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. മറ്റു മരിച്ചാലും മുഴുവനും ഹയാത്താക്കിയ ദുനിയാവിൽ നേരം വരിക്കും. അതല്ല, ചില സംഭവങ്ങൾ ചില പ്രത്യേക കേസിൽ അള്ളാഹു തആല അനുവാദം കൊടുക്കും, അവിടെ അവർ പ്രയോഗിക്കും. അള്ളാഹുവിന്റെ അനുവാദം കിട്ടി. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? ആ മനുഷ്യനോട് പറഞ്ഞു, നീ അക്രമമായിട്ട് അനീതിയായിട്ട് വധിക്കപ്പെട്ടതാണെങ്കിൽ, അനർഹമായി വധിക്കപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി നീ എഴുന്നേൽക്കണം. അയാൾ എഴുന്നേൽച്ചു. ജീവിച്ചു. രണ്ടുപേരും ജീവിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അഗ്നി ആരാധകരായ ഒരു പറ്റം ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു. ഉദ്ദേശം എന്താണ്? ഉദ്ദേശം മതപ്രബോധനമാണ്. ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഉദൂഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ബിൽ ഹിക്മ, തന്ത്രപരമായിട്ടും കൗശലപരമായിട്ടും വേണം. ഒരു മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശത്തോടുകൂടി. വെറുതെ പൊട്ടലും ചീറ്റിലുണ്ടാക്കി ആളുകളുമായി സംഘടന നടത്തിയിട്ട് കാര്യമില്ല. ആലോചിച്ചു വേണം ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെ വളരെ സുചിന്തിതമായ രീതിയിലാണ് മതപ്രബോധനം. അഗ്നി ആരാധകരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പൊന്നു മക്കളെ, നിങ്ങൾ എത്ര കാലമായി ആരാധിക്കുന്നു? ഞങ്ങൾ ഇത്ര കാലമായി. ഞങ്ങൾ അച്ഛന്മാര് കാലം മുതൽ തലമുറയായിട്ട് ഈ അഗ്നികുണ്ഡം പൊലിയാതെ ഇങ്ങനെ ഞങ്ങൾ ഇത് കത്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടേയിരിക്കാന്ന്. നിങ്ങളിത് ആരാധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ നിങ്ങളുടെ ആരാധന കൊണ്ട് വല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ കയ്യൊന്ന് തീയിലേക്ക് വെച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാലൊന്ന് തീയിലേക്ക് വെച്ചേക്കാം. നിങ്ങളെ ആരാധിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് വല്ല സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ വെച്ചതുപോലെ ആകാൻ പാടില്ലല്ലോ. അഗ്നി ആരാധിക്കുന്നവരുണ്ട്, ദൈവമായി കാണാതെ ആരാധിക്കാത്തവരുണ്ട്. അതിനെ ദൈവമായി പൂജിക്കുന്ന നിങ്ങളോട് വല്ല സ്നേഹം ഉണ്ടെങ്കിൽ, വല്ല ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കൈ കരിയാൻ പാടില്ല, കാല് കരിയാൻ പാടില്ല, കയ്യോ കാലിട്ടൊക്കെ. അതിന് ഒരു തയ്യാറില്ല. മറിച്ച് ഇങ്ങോട്ടൊരു ചോദ്യമാണ്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട് അല്ലേ? ആ ദൈവത്തിന്റെ ശക്തി ഒന്ന് നമ്മൾ കാണട്ടെ. നിങ്ങൾക്കൊരു ദൈവമുണ്ടല്ല, ആ ദൈവത്തിന്റെ ശക്തി ഒന്ന് നമ്മൾ കാണട്ടെ. നിങ്ങൾ ആ ദൈവത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങിയിട്ട് വെല്ലുവിളി കഴിഞ്ഞിട്ട് എന്നെ മുമ്പ് എന്നെ അവരെ കൂട്ടത്തിന് ഒരു കുട്ടീനാണ് പിടിച്ചിട്ട് അടിച്ച ചാട്ടം തീയിലേക്ക്, അഗ്നികുണ്ഡത്തിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോ എന്താ ഉണ്ടായത്? അള്ളാഹു താല ഇബ്രാഹിം നബിയെ തീരെ കിട്ടപ്പോ എന്താ പറഞ്ഞു? തീയിനോട് അള്ളാഹു താല നമ്മൾ പറഞ്ഞു, അഗ്നി കൂനി ബർദം വസ്സലാം, നീ ശീതളമാകണം, രക്ഷാസന്ദായകമാകണം. മാർക്ക് ഇബ്രാഹിം നബിക്ക് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി വലിയ അഗ്നികുണ്ഡം എല്ലാം മടങ്ങി ശാന്തമായപ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് അഗ്നികുണ്ഡത്തിൽ പുറത്തേക്ക് വന്നു. ഒരു രോമത്തിന് പോലും പുറം സംഭവിച്ചു. ഇത് എന്നെ ഇവിടെ സംഭവിച്ചു, ഖാജക്കും സംഭവിച്ചു. ഒരു കുട്ടിയെ പിടിച്ച് അവരുടെ കൂട്ടത്തിൽപ്പെട്ട കാഫിരിങ്ങളുടെ ഒരു കുട്ടീനെ പിടിച്ചിട്ട് ചാടിയത് അഗ്നികുണ്ഡത്തിൽ. അവരാകെ വേദാറിലാണ്. ഈ മനുഷ്യനാരും ചുട്ടെരിഞ്ഞ് നാശായിപ്പോ, പക്ഷെ നമ്മളെ കുട്ടി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള നെടുങ്കേതത്തിലാവില്ല. ഇല്ല, കുറച്ചു കഴിഞ്ഞപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്ന് കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ടിട്ട് ഖാജ പുറത്തേക്ക് കൊണ്ടു. ഇതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല. അബൂ മുസ്ലിമുൽ ഖവലാനി എന്ന് പറയുന്ന മഹാൻ അല്ലെ, അബൂ മുസ്ലിമുൽ ഖവലാനി ബഹുമാനപ്പെട്ട സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അബൂ മുസ്ലിം ഖവലാനി അസ്വദുൽ അൻസി എന്ന് പറഞ്ഞ കള്ളപ്രവാചകൻ എന്ത് ചെയ്തു? തന്നെ പിടിച്ച് തീയിലിട്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അബൂ മുസ്ലിമിനെ വിളിച്ചിട്ട് പറഞ്ഞ്, മക്കയിലെ മുഹമ്മദ് നബി മദീനയിലെ മുഹമ്മദ് നബിയാണോ? ഓ, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്. ഞാൻ അള്ളാന്റെ റസൂലാണോ? എന്താ നിങ്ങൾ പറഞ്ഞു? ഞാൻ അള്ളാന്റെ റസൂലാണ്, ഞാൻ കേൾക്കണില്ല. മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്, ഇത് കേൾക്കണ്ടോ? വെച്ചാൽ കേൾക്കണ്ട. ഞാൻ അള്ളാന്റെ റസൂലാണ്, ഞാൻ കേൾക്കണില്ലല്ലോ. ഇട്ട് കളിപ്പിച്ചപ്പോ മോപരീശം പിടിച്ച് തീയിലിടണം. അഗ്നികൊണ്ട് ഇപ്പനെ ശരിയാക്കി കൊടുക്കുക, അവന് കളിപ്പിച്ചു കൊടുക്കാൻ. അഗ്നികൊണ്ട് തയ്യാറാക്കാൻ പറഞ്ഞു. കള്ളപ്രവാചകൻ അസ്വദുൽ അൻസി പിന്നെ കൊല്ലപ്പെട്ടു. അസ്വദുൽ അൻസി എന്ന കള്ളപ്രവാചകൻ എന്ത് കഴിഞ്ഞാൽ അഗ്നികൊണ്ടും തയ്യാറാക്കി അബൂ മുസ്ലിം ഖവലാനി എന്ന് പറയുന്ന മഹാനായ മുസ്ലിമിനെ പിടിച്ച് തീയിലേക്ക് അഗ്നിജാലൊക്കെ അടങ്ങിയപ്പോ മൂപ്പരുണ്ട് ചിരിച്ചിങ്ങനെ പുറത്തേക്ക് വരും. ഈ അബൂ മുസ്ലിമാണ് ഒരിക്കൽ മദീനയിലെ പള്ളിയിലെത്തി. അബൂ മുസ്ലിം മദീനയിലെ പള്ളിയിലെത്തി. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് രണ്ടുപേരും പള്ളിയിലുള്ള സമയത്ത് ഒരാൾ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. സലാം പറഞ്ഞു വന്ന് നിസ്കാരം പള്ളിക്കലെത്തി ആദ്യം തയ്യത്ത് നിസ്കരിക്കണം. റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ പോലും പോകുന്നതിന് മുമ്പ് ആദ്യം തയ്യത്ത് നിർവഹിക്കേണ്ടത്, എന്നിട്ടാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്.
അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇതൊരു അസാധാരണ മനുഷ്യൻ അല്ലേ, കറാമത്തും ഈമാനും ഒക്കെ ഉള്ള മനുഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ തിരിയും. അത് വെളുത്തവനാവട്ടെ കറുത്തവനാവട്ടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം ഉണ്ടാകും. അങ്ങനെ ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് വല്ലാത്തൊരു സാധാരണ മനുഷ്യനല്ലേ. നിസ്കാരം കഴിയുന്നത് ഇവരെ എടുത്തോട്ട് നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ യമനിന്നാ വരുന്നത്. യമനിന്നാണോ വരുന്നത്? ആ, യമനിൽ നമ്മളെ ഒരു സഹോദരൻ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം സഹോദരൻ. പിന്നെ നിങ്ങളെ പേരെന്താ? ഒരു സഹോദരനെ അസ്വദുൽ ലൻസി തീയിലിട്ടിട്ട് കരിഞ്ഞിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അയാളെ പറ്റി നിങ്ങൾക്ക് ഒരു വിവരം വെച്ചു. അതിന് അബ്ദുള്ള അള്ളാന്റെ ഒരു അടിമയാണ്. ആരാ പറയുന്നത്? അത് അബൂ മുസ്ലിം പറഞ്ഞ ആളാണ്. അള്ളയാണ് നേരിട്ട് എന്നോട് സത്യം പറഞ്ഞ ആ അബൂ മുസ്ലിം നിങ്ങളാണെന്ന്. രക്ഷയില്ല, അത് ഞാനാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹി അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീല സയ്യിദിനാ ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തുല്യമായ ഒരു അനുയായിയെ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ സംഭാവന ചെയ്ത അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വാരിയെടുത്ത് കൊണ്ടുപോയി അബൂ മുസ്ലിം ഹദ്റത്ത് കൊണ്ടുപോയി. ഇതാണ് മറ്റേ പുള്ളിക്കാരൻ അബൂ മുസ്ലിം. സന്തോഷകരമായ രംഗം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എങ്ങനെ അഗ്നികുണ്ഡത്തിൽ പോയിട്ട് കരിയാത്ത ആളുകൾ ഉണ്ടായിട്ടുള്ളത് എന്താ? അഗ്നികുണ്ഡത്തിന് മുമ്പിൽ എരിഞ്ഞു തീരാത്ത ആശയക്കാർ അവർ അഗ്നികുണ്ഡത്തിലിട്ടായിരിക്കില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ആശയം അഗ്നികുണ്ഡത്തിന്റെ ഭീഷണിയിൽ എരിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തെ എരിക്കാൻ അഗ്നികുണ്ഡത്തിന് കഴിഞ്ഞില്ല, അല്ലേ? ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ഈമാനിക ശക്തി അത്രയ്ക്ക് വീര്യമുള്ളതാണ്. അതുകൊണ്ട് അഗ്നികുണ്ഡത്തിന് മുമ്പ് കഴിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു തആല കറാമത്ത് പല ആളുകൾക്കും പല രീതിയിലാണ് കൊടുക്കുക. കറാമത്തുകൾ അല്ലാഹു തആല പല ആളുകൾക്കും പല രീതിയിലുള്ള കറാമത്താണ് കൊടുക്കുക. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കറാമത്തല്ലേ കൊടുക്കുക. അപ്പൊ ഇവിടെ അഗ്നികുണ്ഡത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് അഗ്നികുണ്ഡത്തിലേക്ക് പോയി. അഗ്നികുണ്ഡത്തിൽ നിന്ന് സന്തോഷപൂർവ്വം തിരിച്ചു വന്നു. ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെയുള്ള നിരവധി കറാമത്തുകളുടെ മാത്രമാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് അവരൊക്കെ കൊളുത്തിവെച്ച ദീപം, വിളക്ക്, അവരൊക്കെ മരിച്ചുപോയെങ്കിലും ആ വിളക്ക് അണയാതെ ഇന്ന് നിലനിൽക്കുകയാണ്. മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങളോട് നമുക്ക് സ്നേഹം വേണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അവരുടെ പേരിൽ അവർ നമ്മൾ ദുആയിലൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു വഫാത്തായ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നു. അതിലുപരിയായി ഒരു കാര്യമുണ്ട്. എന്താണ്? അവരോടൊക്കെയുള്ള സ്നേഹത്തിന്റെ ഭാഗം അവരൊക്കെ ഇത്രയും ക്ലേശങ്ങളൊക്കെ സഹിച്ച് നാടും വീടും വിട്ട് വന്ന് അധ്വാനിച്ച് ഇവിടെ പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാം അത് നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ അതിന്റെ പ്രചാരകരായി മാറുക എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണം എങ്ങനെയാണ് നല്ലത്, എളുപ്പമുള്ള പ്രചാരണം? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്, നമ്മൾ കഴിഞ്ഞ തവണ അനുസ്മരണം നടത്തിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിക പ്രചാരണത്തിന് നല്ലത് മുസ്ലിമായി ജീവിക്കലാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു ദിവസം വയലു പറഞ്ഞു. വയലു കേട്ടപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ കണ്ട് കരയാൻ തുടങ്ങി. അപ്പം വയലു നിർത്തി. താങ്കൾ എന്താ വയലു നിർത്തിയത്? ഒരു കൂട്ടർ ഇങ്ങനെ കരയുമ്പോൾ ഇത്ര വലിയ സ്വാധീനമുള്ള വേലാകുമ്പോൾ എനിക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നും എന്റെ വേല കെട്ടിലാണ് ആളിലൊക്കെ കരയുന്നത്, പിന്നെ ഞാൻ ചീത്താക്കാൻ വേറൊന്നും വേണ്ടിയല്ല, അതുകൊണ്ട് വേല മതിയാ. അതുകൊണ്ട് അൽ അമലു ഖൈറും മിനൽ ഖൗൽ, വാക്കിനേക്കാൾ നല്ലത് അമലാണ്. അതുകൊണ്ട് മുസ്ലിമായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ല വേല. ബഹുമാനപ്പെട്ടത് എന്നുപറഞ്ഞ വേദനയെ എതിർത്ത് പറഞ്ഞില്ല മൂപ്പരുടെ കാര്യം പറഞ്ഞില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അമല് ആണ് കൗലിനേക്കാൾ, പ്രസ്താവനയേക്കാൾ നല്ലത്. വാക്കുകൊണ്ടുള്ള മതപ്രബോധനത്തെക്കാൾ നല്ലത് പ്രവർത്തനം കൊണ്ടുള്ള പ്രവർത്തനമാണ്. ഒരു മുസ്ലിമിന്റെ നടപടിക്രമങ്ങൾ കണ്ടാൽ, ഒരു മുസ്ലിമിന്റെ സംസാരം കേട്ടാൽ, അവന്റെ ദയാവായ്പ് കണ്ടാൽ, അവന്റെ സ്നേഹം കണ്ടാൽ മറ്റുള്ളവർ അവന്റെ മതത്തെക്കുറിച്ച് അന്വേഷിക്കും, അവന്റെ ആശയത്തെക്കുറിച്ചും പ്രസ്ഥാനത്തെക്കുറിച്ചും അന്വേഷിക്കും. അത് സ്വാഭാവികമാണ്.
അതാണ് അമലാണ് ഖൗലിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യുദ്ധക്കാരുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ചത്, ക്രിസ്ത്യാനികൾ പിടിച്ചടക്കിയപ്പോൾ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ച് മുസ്ലിമുകൾക്ക് തിരിച്ചു തന്ന ആള് ആരാണ്? ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന മഹാനാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുമായി യുദ്ധത്തിന് വന്ന് മുഖാമുഖം നിന്നിരുന്ന പട്ടാളക്കാരിൽ നിന്ന് പല ആളുകളും കൂറുമാറി സലാഹുദ്ദീൻ അയ്യൂബിന്റെ വശത്തേക്ക് വന്നു എന്ന് പാശ്ചാത്യ ചരിത്രന്മാർ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, പട്ടാളത്തെ മുഖാമുഖം അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുസ്ലിം പട്ടാളം, ഇവിടെ മറ്റേ പട്ടാളം നിൽക്കാം. രാത്രിയായാലും യുദ്ധം അവസാനിച്ചു, വൈകുന്നേരമായി യുദ്ധം അവസാനിച്ചു, പിന്നെ യുദ്ധം തുടങ്ങാം. രാത്രിവേളയിൽ മുസ്ലിം പട്ടാളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമുകളുടെ സർവ്വസൈന്യാധിപനായ മനുഷ്യൻ നിസ്കരിക്കുന്നു. രാത്രി നിശയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിന്ന് അതാ നിസ്കരിക്കുന്നു, ദീർഘമായി നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ വാക്ക് പാലിക്കുന്നിടത്ത് യുദ്ധത്തിൽ പോലും ചെയ്തിട്ടുള്ള കരാറുകളും വാക്കുകളും മറ്റൊക്കെ പാലിക്കുന്നിടത്തുള്ള കൃത്യനിഷ്ഠ ഇത്യാദി കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആകൃഷ്ടരായി ക്രിസ്ത്യൻ പടയാളികളിൽ നിന്ന് പ്രമുഖരായ പല ആളുകളും രാജിവെച്ച് മുസ്ലിം പക്ഷത്ത് വന്ന് മുസ്ലിം പട്ടാളത്തിൽ മെമ്പർമാരായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞത് അൽ അമലു ഖൈറും മിനൽ ഫീലി, പ്രബോധനത്തിന് പ്രവർത്തനമാണ് വാക്കിനേക്കാൾ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ വാക്കാണ്. അല്ലാഹു തആല അത്തരം മഹാന്മാരൊക്കെ അനുകരിച്ച് സുൽത്താൻ